നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിഷ് ദാൽ കറി, പരിപ്പ് കറി. ഈ പരിപ്പ് കറി നമ്മൾ ഉത്തരേന്ത്യക്കാർ ചെയ്യുന്നൊരു സ്റ്റൈലിലാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണിത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്നാലും ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ദാൽ കറി ഏറ്റവും നന്നായി പോവുക. അധികം മസാലയൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമുക്ക് നമ്മുടെ ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. ഇത് 1 കപ്പ് തുവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പാണിത്. ഇത് 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പരിപ്പ് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 വലിയ പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ നെയ്യ്, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാദാ ജീരകം, പിന്നെ ഒരു ടൊമാറ്റോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം സൈസ് സവാള, 1 പീസ് ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി. കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പിനി നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ 2 കപ്പ് മാത്രമേ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ടൊമാറ്റോ, ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, പിന്നീട് സവാള നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമേ നമുക്ക് ഈ കറിയിലുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു 3 വിസിലാണ് പരിപ്പ് വേവിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തത്. 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ ഈ പരിപ്പ് കുക്ക് ചെയ്യുമ്പം മിക്കവാറും ദിവസങ്ങളിൽ കുക്കർ നമുക്കൊരു പണി തരാറ് പതിവുണ്ട്. പരിപ്പ് മുകളിലേക്ക് ചാടി വരിക, എന്തോ ഇന്ന് ചാനലിലൊക്കെ വരണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതൊക്കെ തന്നെ ഇന്ന് കുക്കറും പരിപ്പും ഒക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നോക്കൂ, അധികം വെള്ളമൊന്നുമില്ല, നല്ലൊരു കുറുകിയ പരുവത്തിൽ തന്നെയാണ് പരിപ്പുള്ളത്. നിങ്ങൾക്കിനി അഥവാ കുറുകിപ്പോയി എന്നൊരു ഫീലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പരിപ്പ് കറി ഒന്ന് കടുക് വറുക്കാനാണ് നമ്മൾ പോകുന്നത്. നോർമൽ കടുക് വറുക്കുന്നത് പോലെ ഓയിലല്ല നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ അതിലേക്ക് ജീരകമാണ് പൊട്ടിക്കുന്നത്. ജീരകം നെയ്യിൽ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും. അത് നമ്മുടെ കറിക്ക് രുചികരമായ ഒരു ഫ്ലേവറാണ് കൊടുക്കുന്നത്. ജീരകം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ജീരകം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്കിനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ ഇനി നിങ്ങൾക്ക് നല്ലപോലെ എരി വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് നല്ലതുപോലെ പച്ചമണം മാറിയിട്ട് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.